ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ ഏകദേശം ഒരു 1.5 മാസം മുമ്പേ ചെയ്തതാണ്. ഞാൻ ആക്ച്വലി വേറൊരു കോഴ്സിൻ്റെ പുറകിലായിപ്പോയി. ഞാനൊരു പൈതണിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ലെക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈതൺ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണ് അതിനുള്ളത്. ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ നമ്മൾ സിഗ്നൽസിൻ്റെ കോഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കോഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫണ്ടമെൻ്റൽ കോഴ്സാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അവരുടെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്രെഡിറ്റ് ഉള്ള വൺ ഓഫ് ദ സബ്ജക്റ്റ് ആണിത്. സോ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ബേസിക്കലി ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് കോഴ്സ് നമുക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം കോഴ്സിൻ്റെ ഒരു ബാക്ക് എൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള പല ഇക്വേഷൻസുകളും പല മെത്തേഡുകളും നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിൻ്റെയൊക്കെ പുറകിൽ നമുക്ക് ആ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ DSPയുടെ കോഴ്സ് കാണുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്സുകളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് പോയി കണ്ടിട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കോഴ്സിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. സോ ഇതിൽ തന്നെ ഈ 3 വേർഡുകൾ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിച്ച സമയത്ത് ഡിജിറ്റൽ സിസ്റ്റവും അതുപോലെ തന്നെ അനലോഗ് സിസ്റ്റവും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സബ്ജക്റ്റിൽ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലാണ്, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് സിഗ്നൽസുകളാണ്. നമ്മൾ അനലോഗ് സിഗ്നൽസിനെ കുറിച്ച് ഇതിനകത്ത് കാണുകയില്ല. മോസ്റ്റ്ലി നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസുകളാണ് ഇവിടെ കാണുക. ഓക്കെ, അതുപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിംഗ്. എന്താണ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് സിഗ്നൽസിൻ്റെ കേസുകളിലൊക്കെ. സോ ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. ബേസിക്കലി എന്താണ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ആണ്, നമ്മളൊരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത്. സിഗ്നലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ലെക്ചേഴ്സൊക്കെ ഈ ചാനലിൽ തന്നെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. സോ ബേസിക്കലി സിഗ്നൽ നമ്മൾ 2 ടൈപ്പാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് അനലോഗ് സിഗ്നലും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നലും. സോ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ റിയൽ ലൈഫിലൊക്കെ കാണുന്ന സിഗ്നൽസുകളെ നമുക്ക് അനലോഗ് സിഗ്നൽസ് എന്ന് പറയാം. ഏതൊരു ഇൻസ്റ്റന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. പക്ഷേ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് സിഗ്നൽ. നമുക്കൊരു പെർട്ടിക്കുലർ ഇൻ്റർവെലിന് ശേഷമായിരിക്കും ഓരോ വാല്യൂസും ഉണ്ടാവുക. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അനലോഗ് സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുക. കാരണം ആ ഒരു സിസ്റ്റത്തിൻ്റെ സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതിൻ്റെ സ്പീഡും അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിന് വരുന്നുണ്ട്. അനലോഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മെഷീനറി കുറേ ഹെവി ആയിരിക്കും, അതുപോലെ തന്നെ പവർ കൺസപ്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ കുറേ ഡീമെറിറ്റ്സ് ഉള്ള കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. സോ ഈ 2 ടൈപ്പ് സിഗ്നൽസുകളിൽ ഡിജിറ്റൽ സിഗ്നലിനെയാണ് നമ്മളിനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സിഗ്നൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനകത്ത് പല മെത്തേഡുകൾ വരുന്നുണ്ട്. അനാലിസിസ് വരുന്നുണ്ട്, സിന്തസിസ് വരുന്നുണ്ട്, മോഡിഫിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോസസ്സിങ്ങുകൾ വരുന്നുണ്ട്. സോ ഈ ഓരോ ടേമുകളും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പലതും നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ സിഗ്നൽസിനെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പ്രോസസ്സിംഗ് ടെക്നിക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണോ, നമ്മുടെ കയ്യിലുള്ള സിഗ്നലിനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ മോഡിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ എന്താണെന്ന് അറിയുന്നത്, അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. സോ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നലിനെ
നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത്. അതിന് ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ്. അത് ഓരോന്നും എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ട് കാണാൻ പോകുന്നത്. സോ ഈ DSPക്കകത്തുള്ള മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദ ബേസിക് ബ്ലോക്സ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പ്രീ ഫിൽട്ടർ ഉണ്ടാവും, ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ടാവും, ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഉണ്ടാവും, ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ടാവും, പോസ്റ്റ് ഫിൽട്ടർ ഉണ്ടാവും, ദെൻ അനലോഗ് ഔട്ട്പുട്ട്. നമ്മളുടെ കയ്യിലുള്ള അനലോഗ് ഔട്ട്പുട്ടിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം തിരിച്ച് അനലോഗിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ പ്രീ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ലോ പാസ് ഫിൽട്ടർ. എന്തിനാണ് ഈ പ്രീ ഫിൽട്ടർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് റിയൽ ലൈഫിൽ കിട്ടുന്ന സിഗ്നൽ, അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നോയ്സ് ഉള്ളതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നോയ്സിൻ്റെ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത് അധികവും ഹയർ ഫ്രീക്വൻസിയാണ്. സോ നമ്മളവിടെ ഒരു ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലുകളൊക്കെ എന്താവും, നമുക്ക് റിജക്റ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് വേണ്ട സിഗ്നലുകൾ മാത്രം അതിനകത്ത് നമ്മൾ അക്വയർ ചെയ്യാണ് ചെയ്യുക. സോ ഈ ലോ പാസിലൂടെ പോയി കഴിഞ്ഞാൽ നോയ്സ് കംപ്ലീറ്റ് പോകുമെന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കൂടുതലും നോയ്സ് ഹയർ ഫ്രീക്വൻസി ആയതുകൊണ്ട് നമുക്ക് ലോ പാസ് ഫിൽറ്ററിലൂടെ വരുമ്പോൾ എന്ത് കിട്ടും, അത് കുറച്ചുകൂടെ റിലീസാവും. അതിനുശേഷം നമ്മൾ ആ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് അനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുകയാണ്. എന്തിനാണ്, നമ്മളുടെ ആ ഒരു സിഗ്നൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനലോഗ് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. സാമ്പിളിങ്, ക്വാണ്ടൈസേഷൻ, അങ്ങനെയുള്ള പലതും നമ്മൾ സിഗ്നൽ പ്രോസസ്സിംഗ് പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ദർ ഇസ് എ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാകാം, പല രീതിയിലുള്ള ഒരുപാട് പ്രോസസ്സസ് അവൈലബിൾ ആണ്. നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് പ്രോസസ്സിൻ്റെ ബിഹേവിയർ മാറി വരാം. സോ ആഫ്റ്റർ ദാറ്റ് പ്രോസസ്സിങ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അത് ഒരു ബേസിക്കലി ഒരു സ്മൂത്തനിങ് പ്രോസസ് ആയിട്ടാണ് ചെയ്യുക. ഇതും നമ്മൾ പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്. സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള സിഗ്നൽ, ഈ സിഗ്നൽ എന്ന് പറയുന്നത് വളരെ സ്മൂത്തൻ സിഗ്നൽ ആയിരിക്കില്ല. നമുക്ക് ഡിസ്ക്രീറ്റ് സിഗ്നലിൽ നിന്ന് റീകൺസ്ട്രക്ട് ചെയ്ത സിഗ്നൽ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു സ്മൂത്ത്നെസ് നമുക്ക് ഉണ്ടാവില്ല. സോ അതിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ പോസ്റ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ബേസിക്കലി എ ലോ പാസ് ഫിൽട്ടർ. സോ നമുക്കിവിടെ ഉണ്ടാവുന്ന സിഗ്നലിനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പോസ്റ്റ് ഫിൽട്ടറോടെ ബേസിക്കലി ചെയ്യുന്നത്. സോ ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ബേസിക് ബ്ലോക്സുകൾ എന്ന് പറയുന്നത്. ഒരു ഫ്ലോ ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇത്രയാണ് DSPനെ കുറിച്ച് ഒരു സ്ലൈറ്റ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇതിൻ്റെ കമ്മിങ് ലെക്ചേഴ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സുകളും കാണാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.